നമസ്കാരം. 98 മാതൃഭൂമിയുടെ പാലക്കാട് ബ്യൂറോയിൽ റിപ്പോർട്ടറായിട്ട് വന്ന സമയത്താണ് ഞാൻ ശ്രീ കെ എൽ രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ടൗൺ സൗത്ത് SI ആണ്. അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദം ഇന്നും വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അദ്ദേഹം ASP ആയിട്ട് റിട്ടയർ ചെയ്തു. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ 2 വർഷം കൂടെ ഉണ്ട്. ഇദ്ദേഹം റിട്ടയർ ചെയ്തപ്പം ഞാൻ പ്രതീക്ഷിച്ചത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം സമൂഹത്തിന് പുള്ളിയെ പോലുള്ള ആൾക്കാരുടെ സേവനം ആവശ്യമുണ്ട്. അപ്പം അങ്ങനൊരു ഘട്ടത്തിലാണ് പുള്ളി എന്നോട് പറയുന്നത്, ഇങ്ങനൊരു സാംസ്കാരിക സ്ഥാപനം അല്ലെങ്കിൽ സാംസ്കാരിക സംഘടന നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിന് പേരൊന്നും ഇട്ടിരുന്നില്ല, പിന്നീടാണ് തമ്പുരു എന്നുള്ള പേരിടുന്നത്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉറപ്പായിട്ടും താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ലീഡ് ചെയ്യുന്നൊരു സ്ഥാപനമാകുമ്പോഴത്തേക്കും നമുക്ക് 100% വിശ്വസിക്കാവുന്ന പ്രോഗ്രസീവായിട്ടുള്ളൊരു സമീപനമുള്ള ഒരു സ്ഥാപനമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനതിൽ ചേർന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ പാലക്കാട് പല സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ പലപ്പോഴും പലരുടെയും ഒരു നുഴഞ്ഞുകയറുണ്ടാവും. ചില സാംസ്കാരിക സമൂഹ വിരുദ്ധരുടെ ഇടപെടലുണ്ടാവും. അപ്പോൾ നമുക്ക് കുടുംബമായിട്ട് അവിടെയൊക്കെ പോകാനായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ സംഘടനയുടെ പരിപാടിയിൽ നിന്ന് എന്നതിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനകത്ത് ചേർന്നത്. എന്തായാലും അതിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടി അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതിന് വളരെ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. സമൂഹത്തിലുള്ള ഇടപെടലുകളും കൂടി ഈ സംഘടനയ്ക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തമ്പുരു, The Synchronizer.